ഇന്ന് ഇവിടെ കലാവേദി അവതരിപ്പിക്കുന്ന ഓണപ്പരിപാടിയാണ്. ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച ആയി, എന്നാലും ഓണപ്പരിപാടി തീർന്നിട്ട് ഇവിടെ. അപ്പോൾ ആടെ ഗായത്രിയുടെ ഡാൻസ് ഉണ്ട്. അവർ ഡാൻസ് സ്കൂളിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് 2 ഡാൻസ് ഉണ്ട്. അപ്പോൾ ഓള് രാവിലെ തന്നെ ഡാൻസ് സ്റ്റുഡിയോയിൽ വന്നു ഒരു 8:30 ആ ഒരു ടൈമിൽ. നമ്മൾ പിന്നെ റെഡിയെല്ലാം ആയിട്ട് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഓൾ ഐ മേക്കപ്പ് ബാക്കിയുണ്ടായിന്. അപ്പോൾ അതെല്ലാം ചെയ്തു. അവിടെ ഫുള്ള് പാരൻസാണ്. പിള്ളേരെല്ലാം രാവിലെ വന്നത്. അപ്പോൾ അവർക്കെല്ലാം ഫുഡ് കൊടുക്കുന്നുണ്ട് പാരൻസ് എല്ലാം വന്നിട്ട്. പിന്നെ ഇവെല്ലാം റെഡിയെല്ലാം ആയിട്ട് നമ്മൾ ഓളെ കൊണ്ടുപോയി വെന്യൂലേക്ക്. നമ്മൾ ക്യാബിലാണ് പോയത്. ബാക്കിൽ അനന്തുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. സ്ഥലമെത്തി. നല്ല രസമില്ലേ, കല്യാണത്തിൻ്റെ മണ്ഡപം പോലെയാണ് ഇതെല്ലാം അലങ്കരിച്ചിട്ടുള്ളത്. നല്ല രസമുണ്ട്. അങ്ങനെ ഉള്ളിൽ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ പരിപാടിയെല്ലാം തുടങ്ങി. രംഗപൂജ, തിരുവാതിരയെല്ലാം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നല്ല പരിപാടികളാണ്. നമ്മളെ കേരളത്തിൽ പോലും ഓണപ്പരിപാടിക്ക് ഇങ്ങനെയെല്ലാം പരിപാടി ഉണ്ടാവില്ല. ഇതില്ലേ ആ ചെക്കൻ സൈഡിൻ്റെ ലൈവായിട്ട് പാട്ട് പാടിയിട്ടാണ് അവർ ഡാൻസ് ചെയ്യുന്നത്. സുമുഹൂർത്തം എന്ത് രസം. ആ ലാസ്റ്റ് പോർഷനെല്ലാം എന്ത് രസമായിട്ട് അറിയാം പാടിയത്. പിന്നെ ഇത് ഗായത്രി എപ്പോഴെ ഡാൻസ് കൈകൊട്ടിക്കളി പോലത്തെ നാടൻ പാട്ടെല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഉച്ചക്ക് സദ്യ ഉണ്ടായിന്. ടിപ്പിക്കൽ കേരള ഓണസദ്യ തന്നെ. സൂപ്പർ ടേസ്റ്റുള്ള സദ്യ, കുറേ തരം കറിയെല്ലാം ആയിട്ട്. പിന്നെ ആഫ്റ്റർനൂണ് ഒഫീഷ്യൽ പ്രോഗ്രാമായി. അതിന് വേണ്ടിയിട്ട് ഗസ്റ്റ് വന്നത് സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. കുറേ അവാർഡ്സ് എല്ലാം കിട്ടിയ വലിയ ആളാണ്. ആ സാറിൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. അനന്തുവിനെ കുറച്ച് കഴിയുമ്പോൾ എവിടെയും കാണുന്നില്ല. നോക്കുമ്പോൾ ബാക്കിലെവിടെയോ കുറേ പിള്ളേരൊക്കെ ഉണ്ട് കളിക്കുന്നത്. ഏത് പിള്ളേരോ എന്തോ എന്നെ അറിയില്ല ആയിരുന്നു. എല്ലാത്തിൻ്റെയൊക്കെ കളിക്കുന്നത്. പിന്നെ ഈവനിങ് ആയി. ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ സ്നാക്സ് എല്ലാം ഉണ്ടായിരുന്നു. പഴംപൊരി, കട്ട്ലറ്റ്, പരിപ്പുവട എല്ലാം പേ ചെയ്യണം കേട്ടോ. നമ്മൾ ഇതെല്ലാം കഴിച്ചു. പിന്നെ ബാൻഡിൻ്റെ പരിപാടിയായിരുന്നു. ഇത് കൊച്ചിയിൽ നിന്ന് വന്നൊരു ബാൻഡ്. സൂപ്പർ പ്രോഗ്രാം. കുറേ പാട്ടൊക്കെ അതിൻ്റെ കൂടെ പാടി. ബാംഗ്ലൂർ വന്നിട്ട് ഇങ്ങനെ ഒരു ഓണപ്പരിപാടി കൂടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. ഓക്കെ ദെൻ ബൈ ബൈ.